ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടെക് ഐറ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സോണി എന്ന് പറഞ്ഞ ബ്രാൻഡ് അവിടെ പുതിയൊരു മോഡലിലെ ഹെഡ്ഫോൺ ഇറക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, സോണി WH-1000x M6 എന്ന് പറഞ്ഞ ഒരു ഹെഡ്ഫോണിന്റെ മോഡൽ ഇറക്കിയിട്ടുണ്ട്. പുതിയ സാധനമാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഫസ്റ്റ് ഇംപ്രഷനും പിന്നെ അതിന്റെ കുറച്ച് ക്വാളിറ്റി അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളാണ്, നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഇട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ സോണിന്റെ ഒഫീഷ്യൽ പ്രൊമോട്ടറിനെ വിളിക്കാൻ പറ്റിയില്ല, കാരണം അദ്ദേഹം ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാര്യം ഒട്ടും സമയം നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഇട്ടോ. കമൺ ഗൈസ്, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ ഇല്ലേ ഗൈസ്, ഈ മോഡലിന്റെ പേരാണ് സോണി WH-1000x M6. പിന്നെ ഈ സാധനം വന്ന പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലം, നല്ല ക്വാളിറ്റി പാക്കേജിങ് തന്നെയാണ് അവർ ഈ സാധനം നമുക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ. ഒരു ഡാമേജാ അങ്ങനെ ഒന്നും പറ്റാണ്ട്, സ്ക്രാച്ച് അങ്ങനെ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടി അവർ അത്രക്ക് ബബിൾ റാപ്പും പിന്നെ കുറെ പെട്ടികളൊക്കെ അങ്ങനെ വെച്ച് കവർ ചെയ്താണ് അവർ ഈ സാധനം അയക്കുന്നത്. വെച്ചാൽ കസ്റ്റമറുടെ അടുത്ത് എത്തുമ്പോൾ ഒരു ഡാമേജ് പോലും ഇല്ലാണ്ട് കസ്റ്റമറെ കയ്യിൽ സുരക്ഷിതമായി എത്താൻ വേണ്ടി കരുതിയിട്ട് അവർ അത്രയും സുരക്ഷയായിട്ടാണ് ആ സാധനം അവർ പാക്കേജ് നമുക്ക് അയക്കുന്നത്. നല്ല പ്രീമിയം. പിന്നെ അത് പൊട്ടിക്കുന്ന പറഞ്ഞാൽ അതിന്റെ പെട്ടി എന്ന് പറയുമ്പോൾ ഇല്ലേ ഗൈസ്, മറ്റേ സോണി WH-1000x M6 പെട്ടി പൊട്ടിക്കുന്ന പറഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഗൈസ്. എന്ന് വെച്ചാൽ നല്ല പ്രീമിയം പാക്കേജിങ് ആണ് അവരുടെ ആ ഹെഡ്ഫോണിന്റെ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീലിംഗ് കിട്ടും. നല്ല ടെക്സ്റ്റേർഡ് ഫീലിംഗ് ആണ് അതിന്റെ. നല്ല ഒരു സ്മൂത്ത്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആ പെട്ടി തുറക്കുമ്പോൾ തന്നെ. പിന്നെ ഇതിൽ വന്നെന്ന് പറഞ്ഞില്ലേ ഗൈസ്, ഇതിന്റെ ഉള്ളിൽ വന്ന ഹെഡ്ഫോൺ ജാക്കിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 3.5 മില്ലിമീറ്റർ ആണ് ഇതിന്റെ ഹെഡ്ഫോൺ ജാക്കിന്റെ സൈസ് വന്നെന്ന് പറഞ്ഞാൽ. പിന്നെ ഹെഡ്ഫോൺ ജാക്കിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹോൾ തന്നെ ഉണ്ട് ഇതിൽ. ഓക്കെ, പിന്നെ അവർ ഈ പ്രാവശ്യം ഇല്ലേ പവർ ബട്ടന്റെ സൈസ് ഇല്ലേ അത് കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട്. സെപ്പറേറ്റ് ആണല്ലോ, പിന്നെ അതിന്റെ സൈസ് കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട് അവർ ഈ പ്രാവശ്യം. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ AMCക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബട്ടനും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഗൈസ്, പിന്നെ ഇല്ലേ ഇതിന്റെ ചാർജിങ് കേബിൾ എന്ന് പറഞ്ഞില്ലേ ഗൈസ്, Type A to Type C കേബിൾ ആണ് ഇതിന്റെ ചാർജിങ് കേബിൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കേബിൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് കമ്പ്യൂട്ടറും ഹെഡ്ഫോണായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കുത്താനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കേബിൾ വന്നിട്ട് അതിൽ കൂടി നിങ്ങൾക്ക് ഇങ്ങനെ കമ്പ്യൂട്ടറായിട്ട് ഈ ഹെഡ്ഫോൺ കുത്താൻ പറ്റും. അന്നേരം പാട്ടൊക്കെ കേൾക്കാൻ പറ്റും ഗൈസ്. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാൽ ഗൈസ്, പിന്നില്ലേ ഗൈസ് ഇതിന്റെ പിന്നെ നല്ല ഉഗ്രൻ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ബിൽഡ് ക്വാളിറ്റി എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കില്ലേ ആ ഹെഡ്ഫോൺ ഇങ്ങനെ മടക്കി ചുരുട്ടി കൈ പിടിച്ച് നിങ്ങൾക്ക് എങ്ങോട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഫോൾഡബിൾ ആണ്, ഇങ്ങനെ മടക്കിയൊക്കെ വെച്ച് നിങ്ങൾക്ക് സാധനം കൊണ്ടുപോകാൻ പറ്റും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ പൊട്ടി വീഴോന്നൊന്നും ചോദിക്കരുത്, അതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പൊട്ടിന്ന് വരുന്നത് കാരണം നല്ല കിടിലം ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് അവർ സാധനം ഇറക്കിയേക്കണത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ QN3 7x സ്പീഡ് എന്ന് പറഞ്ഞ പ്രൊസസ്സറാണ്. QN3 7x സ്പീഡ്. ഓക്കെ, അതാണ് ഇതിന്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പവറിങ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ 12 മൈക്രോഫോൺസ് ആണ്. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് നല്ല പിന്നെ ഇതിൽ ഗൈസ് വേറെ കാര്യം വേണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിലില്ലേ ഗൈസ് പാഡിൽ വേണ്ടിട്ട് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ ചെവിന്റെ സൈഡിൽ ഇങ്ങനെ സാധനം ഉണ്ട പോലത്തെ ഗൈസ്, അതെന്ന് പറഞ്ഞാൽ ടച്ചബിൾ ആണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത് പൊക്കത്തോട്ടും താഴത്തോട്ടൊക്കെ ടച്ച് ചെയ്ത് വീഡിയോ പാട്ട് പോസ് ചെയ്യാനും പാട്ടിന്റെ വോളിയം ഇങ്ങനെ പൊക്കിയ കൂട്ടാനും താഴത്തോട്ടൊക്കെ വോളിയം കുറക്കാനും അങ്ങനത്തെ ഫീച്ചർ ഇതിൽ പാഡിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം സോണി. നല്ല കിടിലം ടെക്സ്റ്റേർഡ് ഫീൽ പ്രീമിയം ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പിന്നെ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 50,000 രൂപയാണ് ഇതിന്റെ വില. ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന്റെ വില 50,000 രൂപ ഉണ്ട്. 50,000 ആണ് ഇതിന്റെ വില എന്ന് പറഞ്ഞത്. അവരുടെ പുതിയ സാധനമാണ്. എത്രയാണ് WH-1000ന്റെ M5 ഉണ്ടായിരുന്നു എത്ര 40 എത്ര ഉണ്ടായിരുന്നു. അപ്പൊ ഈ എന്തായാലും ഇതിനെന്തായാലും ഒരു കൂട്ടുമല്ലോ, എന്തായാലും M6 എന്തായാലും ഒരു കൂട്ടും. M5 ഉണ്ട് 40,000 രൂപ. അപ്പൊ പിന്നെ M6ന്റെ കാര്യം പിന്നെ പറയണ്ട, 50,000 രൂപ ഉണ്ട് സാധനത്തിന്റെ വില ഇന്ത്യൻ മാർക്കറ്റിൽ. പിന്നെ പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ ഗൈസ്, ഇതിന്റെ ഉള്ളിലില്ലേ ഗൈസ്, ഇതിന്റെ ഉള്ളിൽ എന്ന് പറയാൻ എന്താന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര മാർഷലിന്റെ സ്പീക്കർ ഇല്ലേ, മാർഷൽ ആക്ഷൻ 3 ഹെൻഡ്രിക്സ് എന്ന് പറഞ്ഞാൽ അതിലെന്ന് പറയുന്നത് ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ആൻഡ് ബോൾഡ് ക്വാളിറ്റിയിലൊക്കെ വന്നെ. പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഷാർപ്പ്നെസ്, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു പാട്ട് കേൾക്കണമെങ്കിൽ ആ പാട്ടിന്റെ എല്ലാം കൂടി നമുക്ക് ഇതിൽ കേൾക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആ ഓരോ പാട്ടിന്റെ ഓരോ പാടണ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് സംശയമാണ്.
ഒരു ഓളം മൊത്തം എന്ന് വെച്ചാൽ ഓളം പോലെ എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റണില്ല. ഫുള്ളായിട്ട് കേൾക്കാന്ന് വെച്ചാൽ ഓരോക്കാരുടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടണില്ല, ഒരു ഷാർപ്പ്നെസ് ഒരു ഫീൽ നമുക്ക് കിട്ടണില്ല. എല്ലാ ആൾക്കാരുടെ ശബ്ദവും കൂടി ഇങ്ങനെ ചേർന്നാണ് നമ്മുടെ ഇതിലോട്ട് വരുന്നത്. അതാണ് ഞാൻ ഇതിൻ്റെ ഒരു കണ്ടൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. എന്ന് വെച്ചാൽ ഒരു ഇതില്ല, നമുക്കിപ്പോൾ ഇത് ഇത്ര വില കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി ഷാർപ്പ്നെസ്, ബോൾഡ് ഫീല്, എന്നല്ല ക്ലാരിറ്റിയോടെ നമുക്ക് പാട്ടൊക്കെ എന്ന് വെച്ചാൽ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തായാലും വാങ്ങണമല്ലോ ഗൈസ്. ഇത്ര 50,000 രൂപ കൊടുത്ത് വാങ്ങണല്ലേ. പക്ഷെ ഇതിലങ്ങനെയല്ല. ഇതിപ്പോ ഒരു പാട്ട് നമ്മൾ പറഞ്ഞാണെങ്കിൽ ആ പാട്ടിൽ എല്ലാവരുടെ ഒച്ച നമുക്ക് ഇത് കേൾക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൽ ഒരു ഓളം പോലെ എല്ലാവരും ഒച്ച എടുക്കണത് കേൾക്കാൻ പറ്റും. ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു വോയിസിൽ നമുക്ക് ആ സാധനം കേൾക്കാൻ പറ്റണില്ല. അതാണ് ഇതിന്റെ പ്രശ്നം, ഞാൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടത്. പിന്നെ ഇത് കുറെ കളർ വന്നിട്ടുണ്ട്. ഞാൻ മേടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ബ്ലൂ കളറാണ് ഗൈസ്. പിന്നെ നല്ലൊരു ക്വാളിറ്റി സാധനം തന്നെ കൊണ്ടുവന്നത്. കാരണം പാഡിൽ നമുക്ക് എന്ന് വെച്ചാൽ ഫോണിൽ നമുക്കൊന്നും ചെയ്യണ്ട. പാഡിൽ ഇങ്ങനെ പൊക്കെ സൗണ്ട് കൂട്ടാനും കുറക്കാനും പോസ് ചെയ്യാനൊക്കെ പാഡിൽ തന്നെ നമുക്ക് പറ്റും. പിന്നെ ഫോൾഡബിൾ ആണ്, നമുക്കിപ്പോൾ മടക്കി ചുരുക്കിയൊക്കെ ബാഗിൽ വെച്ചോണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാനൊക്കെ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. പവർ ബട്ടന്റെ സൈസ് കുറച്ചുകൂടി വലുതാക്കിയതും വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഹെഡ്ഫോൺ ജാക്കിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹോളും തന്നെ ഉണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് പിന്നെ 3.5 മില്ലിമീറ്റർ ഒക്കെയാണ് ഹെഡ്ഫോൺ ജാക്ക് തന്നെ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അത് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇതൊക്കെയാണ് അടിപൊളി സാധനം. പിന്നെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ QN3 7x സ്പീഡ് കിട്ടും. നല്ല കിടില പ്രോസസ്സർ തന്നെയാണ്. ഒന്നും അടിപൊളി സാധനമാണ്. QN3 7x അടിപൊളി സാധനം തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ 12 മൈക്രോഫോൺസ് ആണ് ഇതിൽ വരുന്നത്. അതും പിന്നെ അടിപൊളിയാണ്. 12 മൈക്രോഫോൺ നിങ്ങൾക്ക് അറിയാമല്ലോ. 12 മൈക്രോഫോൺസ് അടിപൊളി സംഭവം തന്നെയാണ്. നല്ല രീതി തന്നെ നിങ്ങൾക്ക് പാട്ടായാലും എന്തായാലും കേൾക്കാനൊക്കെ പറ്റും. ഒരു വെച്ചാൽ പിന്നെ ഇത് നോയിസ് ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. നോയിസ് ക്യാൻസലേഷൻ സംഭവം വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ സാധനം വെച്ചാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു മോഡുണ്ട്. അത് ഓണാക്കിയാൽ പുറത്തുനിന്നുള്ള എന്ത് ശബ്ദമായാലും ഒരു തുള്ളി പോലും അകത്തോട്ട് കയറില്ല. ഉറപ്പ് തരാം. ഒരു തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും അകത്തോട്ട് കയറത്തില്ല. കാരണം അത്രയും നോയിസ് ക്യാൻസലേഷൻ ഇതാണ്. കാരണം ഇത്ര വില കൊടുത്ത് വാങ്ങുമ്പോൾ എന്തായാലും അതൊക്കെ ഉണ്ടാവും ഗൈസ്. നോയിസ് ക്യാൻസലേഷൻ ഫീൽ ആണ് ഇത് തന്നെയെന്ന് പറഞ്ഞാൽ. പിന്നെ എല്ലാ അടിപൊളി സംഭവം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എല്ലാം നല്ല പ്രീമിയം പാക്കേജിങ്, നല്ല ആ പാക്കേജിങ് തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രീമിയം തന്നെ പാക്കേജ്. കാരണം പിന്നെ കിടിലം ബിൽഡ് ക്വാളിറ്റിയാണ്, സ്ട്രോങ് ആണ്. പക്ഷെ ഡിസഡ്വാൻറ്റേജ് കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര വില കൊടുത്ത് വാങ്ങുന്ന സാധനത്തിന് ഒരു ഷാർപ്പ്നെസ് ആയിട്ടല്ല, ഒരു ഓളം പോലെ ആ പാട്ടിൽ എങ്ങനെ ഫുള്ളായിട്ട് ആൾക്കാരും കൂടി പാടാണ് അതുപോലെ നമുക്ക് കേൾക്കാൻ പറ്റും. ഓരോ ആൾക്കാരുടെ ശബ്ദം ഒരു എടുത്തു പറയാനില്ല. അതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. വെച്ചാൽ ഓരോ ആൾക്കാരുടെ ശബ്ദം എടുത്തു പറയാനില്ല, ഒരു ഷാർപ്പ്നെസ് ഫീൽ ചെയ്യാനില്ല, ഒരു ഓളം പോലെ അതിൽ പറഞ്ഞ. അതാണ് ഞാൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടത്. വേറെ കുഴപ്പമൊന്നുമില്ല, അടിപൊളി സാധനം തന്നെയാണ്. പിന്നെ 50,000 രൂപ ഇത് വെറുത്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നോട് സോണിന്റെ ഇപ്പൊ ഒഫീഷ്യൽ പ്രൊമോട്ടർ ആണെങ്കിൽ വെറുത്താന്നൊക്കെ പറയും. എന്നാ ഞാൻ പറയാ ഇത് ഇത്ര വില കൊടുത്ത് ഈ സാധനം വാങ്ങുന്ന വെച്ചാൽ ഇതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാനും പറ്റില്ല ഇത് വെറുത്തല്ലെന്ന് എനിക്കൊരു പ്രശ്നമാണ്. എന്നാലും അത് മാത്രമേ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടുള്ളു. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും വാങ്ങണമെന്നൊക്കെ ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് എനിക്ക് പറയാനുള്ള ഒരു അവകാശമില്ല. എന്നാലും ഞാൻ വാങ്ങണമെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇനി ചിലപ്പോൾ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ശരിയാവുമായിരിക്കും. എന്നാലും എനിക്കറിയില്ല ഇത് വാങ്ങണോ വാങ്ങണ്ടേന്നൊക്കെ ചോദിച്ചാൽ എന്നോട് പറഞ്ഞിട്ട് കാര്യം. കാരണം ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഓരോ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ വീഡിയോ അല്ല, ആ പാട്ടില്ലേ നമുക്ക് കേൾക്കുന്ന പാട്ട് അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടേണ്ടിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ. അവരവിടെ തന്നെ പാടണത് അത്ര ഓളത്തിൽ തന്നെ നമുക്കത് ഈ ഹെഡ്ഫോണിൽ കൂടി കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഷാർപ്പ്നെസ് ഓരോ ആൾക്കാരുടെ വരികൾ നമുക്ക് എടുത്ത് കേൾക്കാൻ പറ്റില്ല. കാരണം ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയർ സൗണ്ട് ഒന്നും അതിൽ നിന്ന് എനിക്ക് കിട്ടിയില്ല. ഒരു ഓളം പോലെ തന്നെയാണ്. അങ്ങനെ വെച്ചാൽ എല്ലാവരുടെ ഒരു ഒച്ച നമുക്ക് ഇതിൽ കൂടി കേൾക്കാൻ പറ്റും. പിന്നെ പാഡിലൊക്കെ കൊണ്ടുവന്ന അടിപൊളി, അതിലൊക്കെ നല്ല വിഷയമാണ്. പിന്നെ ഫോൾഡബിളൊക്കെ ആണ് അടിപൊളി സംഭവം തന്നെ. അതൊന്നും പറയാനുള്ള അടിപൊളി സാധനം തന്നെ. പിന്നെ 50,000 രൂപ വെറുത്താണെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ഞാൻ പറയും വെറുത്തല്ലെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ 50,000 കൊടുത്തൊക്കെ ഇത്ര ഹെഡ്ഫോണൊക്കെ വേണം. സോണി വേൾഡ് വൈഡ് ബ്രാൻഡാണ്. അത്രയൊക്കെ വരും എന്തായാലും അതൊക്കെ അറിയാം. M5 ഉണ്ടായിരുന്നു 40,000 രൂപ എന്തോ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാനുള്ള ഇതിന്റെ 8,000 കൂടും. എന്താ 50,000 രൂപ ഉണ്ട്. ഇപ്പൊ കറക്റ്റ് 49,999 രൂപയാണ്. 50,000 രൂപ ഒരു രൂപയുടെ വ്യത്യാസം എന്തോ ഉള്ളൂ. അപ്പൊ വാങ്ങേണ്ടത് അവരുടെ ഇഷ്ടമാണ്. ഞാനിതിനെ കുറച്ച്
ബെസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തേ. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഹെഡ്ഫോണിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഗൈസ് ഞാനില്ലേ വേറെ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്, ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ സാധനത്തിനെ പറ്റിയ സാധനം. വെയിറ്റ് ടണ്ടടാൻ ഗൈസ്, ഇതെന്താ സാധനം എന്ന് അറിയോ? ഞാനിപ്പോ തുറന്നു കാണിച്ചുതരാം ഗൈസ്. എനിക്കും ഇങ്ങനെ വേറെ ആൾക്കാർ ഇങ്ങനത്തെ ടെക് വീഡിയോസ് എടുക്കുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടാവും ഒരു സാധനം കയ്യിലൊക്കെ പിടിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാനൊന്നും നോക്കില്ല, ഞാനൊരു ചെറിയൊരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല. കാണിക്കട്ടെ ഗൈസ്, വേറെ ഒന്നുമല്ല, ഒരു ക്യാമറയാണ്. ഇതേ കണ്ട, ഒരു ക്യാമറ, നല്ല കിടിലൻ ക്യാമറ തന്നെയാണ്. അപ്പൊ ഇതിന്റെ നല്ല കിടിലൻ ടെക് വീഡിയോസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് ഞാൻ വരാം. ഇതിന്റെ വീഡിയോയുടെ എന്തായാലും ഞാൻ വരാം കേട്ടാ, ഈ സാധനത്തിന്റെ. പിന്നെ വേറൊരു സാധനം കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇപ്പൊ കാണിച്ചു തരാം ഒരു. ഓക്കെ ഗൈസ്, വേറെ ഒന്നുമല്ല, ഒരു എയർബഡ്സ് ആണ്. ഓക്കെ, ഒരു ഇയർബഡ്സ് ആണ് റിയൽമീന്റെ ഒരു എയർബഡ്സ് ഉണ്ട്. ഇതിന്റെയും ഒരു ടെക് വീഡിയോ ഞാൻ ചെയ്യട്ടെ ഗൈസ്. ഇതിന്റെ ഒരു ടെക് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പൊ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അപ്പൊ എനിക്കപ്പോ ഈ സോണിനെ പറ്റി എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അത് വാങ്ങേണ്ട ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ആകെ ആ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രം കണ്ടുള്ളൂ, ഒരു ഓളം പോലെ. വേറെ ഒന്നും ഞാൻ ഡിസഡ്വാൻറ്റേജ് കണ്ടില്ല. കാരണം നല്ല കിടിലൻ പാക്കിംഗ് ആയാലും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. AMCക്ക് ആയാലും സെപ്പറേറ്റ് ആയിട്ട് ബട്ടൺ ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടറിലോട്ട് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് വയർ ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. അപ്പൊ അതൊക്കെ ഉള്ളു ഗൈസ് എന്റെ ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ ഇനി അടുത്ത് ഞാനിപ്പോ കാണിച്ച ക്യാമറ ആയാലും പിന്നെ എയർബഡ്സ് ആയാലും ഇതിന്റെ ടെക് വീഡിയോസ് ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളണം. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഈ മാക്സിമം എന്റെ വീഡിയോ എൻജോയ് ചെയ്യുക. അപ്പൊ ഞാൻ ഇനി അതിന്റെയൊക്കെ ടെക് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പൊ ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്, ബൈ.